എൻ്റെ പേര് സുർജിത് സിംഗ് എന്നാണ്. ഞാൻ കോഴിക്കോട് ടൗണിൽ തന്നെ നടക്കാവിലാണ് താമസിക്കുന്നത്. സോളാർ സിസ്റ്റത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ബീച്ചിൽ. പല ഈ സോളാർ സംവിധാനം ഒരുക്കുന്ന കമ്പനികളുടെ ഒരു എക്സിബിഷനിൽ പോയി കണ്ട സമയത്താണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൈറ്റിൽ പോയി ഈ കിരൺ പദ്ധതി, KSEBയുടെ ഈ കിരൺ പദ്ധതിയിൽ പറ്റി മനസ്സിലാക്കുകയും 40% സബ്സിഡി അവിടെ കൊടുത്തുകൊണ്ട് ഓരോ വീടുകളിലും ഉറപ്പുര സൗരോർജ്ജ പദ്ധതി എന്ന നിലയിൽ നിലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ KSEBയിൽ രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം 2 കൊല്ലത്തോളം ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നു. പക്ഷേ അത് കണക്ഷൻ കിട്ടാൻ വേണ്ടി ആരും തന്നെ ഒരു വിധത്തിലും എന്താണ് ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരികയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് മൂപ്പൻസ് എന്ന ഈ സബ്സിഡി ഈ പുരപ്രദേശ നിലയം സ്ഥാപിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ഉടനെ തന്നെ അവർ എന്നെ ബന്ധപ്പെടുകയും അതിനുവേണ്ട ഫോറങ്ങൾ അയച്ചു തരികയും രജിസ്റ്റർ ചെയ്യുകയും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തരികയാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിലയം സ്ഥാപിക്കുന്നതിനുള്ള സാധനങ്ങൾ എത്തിക്കുകയും തുടർന്ന് 2-3 ദിവസം കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ മാസത്തിൽ ഏകദേശം ഒരു 9,500 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് ചാർജ് വന്ന് ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് കൂടിയാണ് ഈ വിധത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ സമയത്ത് കറണ്ട് ചാർജ് വളരെയധികം കുറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ 9,500 രൂപ 2 മാസത്തിൽ വന്നത് ഒരു മാസത്തിൽ 300-400 രൂപയായിട്ട് എനിക്ക് കറണ്ട് ചാർജ് കുറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാസത്തിൽ തന്നെ മീറ്റർ റീഡിംഗ് എടുക്കുകയും പൈസ അടയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നതും കൂടെ ഇതിൻ്റെ ഒരു സൗകര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഈ നിലയം സ്ഥാപിക്കുന്നതിന് ഞാൻ മൂപ്പൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് തിരഞ്ഞെടുത്തത്. അവർ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല രീതിയിലുള്ള പെട്ടെന്നുള്ള പ്രവർത്തനവും കൊണ്ട് എനിക്ക് വളരെയധികം അവരുടെ പ്രവർത്തനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പിന്നീട് പല അവസരങ്ങളിലും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ തന്നെ അവരുടെ സഹായം പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ നിലയം സ്ഥാപിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 9-10 മാസത്തോളമായിട്ടുണ്ട്. മാസത്തിൽ 300-400 രൂപയാണ് ഇപ്പോൾ എനിക്ക് കറണ്ട് ചാർജ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ഈ നിലയത്തിന് വേറെ യാതൊരു ദിവസം ഏകദേശം ഒരു 12 യൂണിറ്റിൻ്റെ അടുത്ത് എനിക്ക് 3 KW നിലയാണ് ഞാൻ സ്ഥാപിച്ചിട്ടുള്ളത്. 12 യൂണിറ്റിൻ്റെ അടുത്ത് ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. KSEB ബോർഡ് ബില്ലിലേക്ക് കൊടുക്കുന്ന ഗ്രിഡിൽ കൊടുക്കുന്ന കറണ്ടിൻ്റെ പൈസ കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് കിട്ടുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. അത് സെപ്റ്റംബർ മാസത്തിലാണ് ആ തുക KSEB എല്ലാവർക്കും തന്നെ ചെക്കായിട്ട് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ എനിക്ക് എത്ര രൂപ ഈ KSEB ബോർഡിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നതല്ല. വെക്കാനുണ്ടായ തീരുമാനം ഏതായാലും വളരെ നല്ലത് തന്നെയാണ്. കാര്യം യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കറണ്ട് ചാർജ് ഇനത്തിൽ ഇപ്പം അടുത്ത കാലത്ത് തന്നെ കറണ്ട് ചാർജ് കൂടുന്നുണ്ട്, ഇനിയും കൂടാൻ പോവുകയാണ്. ഈ അവസ്ഥയിലൊക്കെ നമ്മളിത് വെച്ച് കഴിഞ്ഞത് വളരെയധികം ഗുണപ്രദമാണ് എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എൻ്റെ വീട്ടിൽ 2 AC ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ വളരെ പരിമിതമായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. കാരണം കറണ്ട് ചാർജ് കൂടി വരുന്നതുകൊണ്ട് വളരെ പരിമിതമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിപ്പം അങ്ങനെയൊന്നൊരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാ ബൾബുകളും മുമ്പ് തന്നെ ഞാൻ മറ്റേ LED ബൾബുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ തന്നെ കറണ്ട് ചാർജ് കൂടുതലായിരുന്നു. സോളാർ ഇനിയും പലരും വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്നായിട്ടൊരു പൈസ മുടക്കുകയാണെങ്കിലും സബ്സിഡി സർക്കാർ നൽകിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന് ഈ വിധത്തിലുള്ള നിലയങ്ങൾ സ്ഥാപിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മൂപ്പൻസിൻ്റെ സർവീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സർവീസാണ്. കാരണം ഞാൻ മുമ്പ് പല ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇതാക്കുകയും 3 കിലോവാട്ടാണ് ഞങ്ങൾ വരാമെന്നൊക്കെ പറയല്ലാതെയും പെട്ടെന്ന് ചെയ്തു തരുന്നൊരവസ്ഥയിലേക്ക് അവരാരും തന്നെ എത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് ടാറ്റ പോലുള്ള സ്ഥാപനങ്ങൾ പോലും അതിന് എങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് ടാറ്റ ഒക്കെ ചിന്തിച്ചിരുന്നത്. അവിടെ നിഴലുണ്ട്, നിങ്ങൾ തെങ്ങ് മുറിക്കണം, മാവ് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തെങ്ങും മാവൊക്കെ മുറിച്ചുകൊണ്ട് നിലയം സ്ഥാപിക്കാൻ തന്നെ അത്ര പ്രായോഗികമല്ല. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ മൂപ്പൻസ് സ്ഥാപിച്ചു വരികയും ആ നിഴല് വീഴാത്ത വിധത്തിൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. KSEB ബോർഡിൻ്റെ ഈ കിരൺ പദ്ധതിയിൽ ഈ നിലയം മൂപ്പൻസ് മുഖാന്തരം സ്ഥാപിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം ഈ കറണ്ട് ചാർജിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം തന്നെ ഇപ്പം മനസ്സിൽ ഉദിക്കുന്നില്ല.
എത്രയോ വളരെ കുറഞ്ഞ കറണ്ട് ചാർജ് മാത്രമാണ് ഇപ്പോൾ വരുന്നത്. ആ നിലയിൽ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്.